മുക്കി കൊല്ലടാ ആ തീറ്റി പണ്ടാരത്തിന്. 3 ദിവസം അന്വേഷണമൊക്കെ ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവൾക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖൻ അവളെ നന്നായി നോക്കുമോന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമി. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ, നല്ല ശേലല്ലേ, കാട്ടുമകം കണ്ണാടി വെച്ച പോലുണ്ട് ആ വായി നോക്കി. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശീമേന്ന് രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരംകോടം മണികണ്ഠനല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. കെട്ടണ്ട, വേണ്ട, ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു, മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോണു. അവിടെ നിക്കടാ, അവിടെ നിക്കാൻ. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളിൽ പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ. കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല, ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില്, ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു, ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. 2 ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എണ്ണത്തിന്, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എണ്ണത്തിന്. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കൂല്ലേ ഒരു വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരു ഒറ്റയാന ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ, ഒറ്റയാനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്നാൽ ഒരു കൂറ പോലും കിട്ടുക. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ, അറിയാനേ, അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമന്നാരുടെ ആനയാ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞു തുറച്ചുകൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്.